ഓം ശ്രീ സച്ചിദാനന്ദ സദ്ഗുരു സായിനാഥ് മഹാരാജ് കി ജയ്. ഇന്ന് അധ്യായം 8 മനുഷ്യജന്മത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. ഈ ബ്രഹ്മാണ്ടത്തിൽ ദൈവം കോടാനുകോടി ജീവജാലങ്ങളെ സൃഷ്ടിച്ച് സ്വർഗം, നരകം, ഭൂമി, സമുദ്രം, ആകാശം മുതലായ സ്ഥലങ്ങളിൽ അധിവസിപ്പിച്ചു. അതിൽ ദേവന്മാരും ദേവതുല്യരും മനുഷ്യൻ, മൃഗം, കൃമി ആദിയായവയും ഉൾപ്പെടുന്നു. ഇവയിൽ പുണ്യാത്മാക്കളാകുന്ന ജീവജാലങ്ങൾ സ്വർഗത്തിലെത്തുന്നു. പുണ്യം തീരുന്നതുവരെ അവിടെ നിർത്തി വീണ്ടും ജനിപ്പിക്കുന്നു. പാപം ചെയ്തവർ നരകത്തിൽ പോയി പാപഫലം തീരുന്നതുവരെ ദണ്ഡനം അനുഭവിക്കുന്നു. പാപപുണ്യങ്ങൾ സമനിലയിൽ നിൽക്കുമ്പോൾ ഭൂമിയിൽ മനുഷ്യനായി ജനിക്കുന്നു. അത് മോക്ഷത്തിലേക്ക് വേണ്ടി അധ്വാനിക്കാൻ അവസരം കൊടുക്കലാണ്. അങ്ങനെ പുണ്യബന്ധങ്ങൾ മുറിഞ്ഞു പോകുമ്പോൾ മോക്ഷം സിദ്ധിക്കുന്നു. ആത്മാക്കൾക്ക് പുനർജന്മം കർമ്മഫലത്തിനനുസരിച്ചിരിക്കും. അപ്പോൾ മനുഷ്യനായിട്ട് ജനിക്കുന്നത് തന്നെ വളരെയധികം കാലത്തിന് ശേഷമാണ്. അത് മഹാപുണ്യമാണ്. അത് മോക്ഷത്തിലേക്ക് നയിക്കുന്ന പാത നമ്മൾ തുടരണം. ആ ഒരു അവസരമാണ് നമുക്ക് നൽകുന്നത് എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. മനുഷ്യ ശരീരത്തിനുള്ള പ്രത്യേക വില, ഇത് നമ്മൾ നമ്മുടെ ആദിശങ്കരനും പറഞ്ഞിട്ടുണ്ടല്ലോ, വിവേക ചൂടാമണിയിൽ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യനായാൽ മുമുക്ഷു ആകാനുള്ള ഇച്ഛ ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ട്. മനുഷ്യ ശരീരത്തിനുള്ള പ്രത്യേക വില. എല്ലാ ജീവജാലങ്ങൾക്കും ഭക്ഷണം, നിദ്ര, ഭയം, ലൈംഗിക ബന്ധം എന്നീ 4 കാര്യങ്ങൾ പൊതുവിലുള്ളതാണ്. മനുഷ്യന് ഇതിനു പുറമെ ജ്ഞാനം എന്നൊരു പ്രത്യേക ഗുണം കൂടിയുണ്ട്. അതുകൊണ്ട് ദൈവതത്വം മനുഷ്യജന്മത്തിന് മാത്രം അറിയാൻ കഴിയുന്നു. അത് കാരണമാണ് ദേവന്മാർ മനുഷ്യരിൽ അസൂയാലുക്കളായി പൂർണ്ണത പ്രാപിക്കാൻ മനുഷ്യജന്മം ആർജിക്കുന്നത്. ചിലർ പറയും, അഴുക്ക്, കഫം മുതലായവ നിറഞ്ഞ് നാശോന്മുഖമായും രോഗം, മരണം ഇവയ്ക്ക് വിധേയമായും ഇരിക്കുന്ന മനുഷ്യ ശരീരത്തെക്കാൾ മോശം മറ്റൊന്നില്ലെന്ന്. ഏറെക്കുറെ ഇത് ശരിയാണെങ്കിലും ഇതെല്ലാം ആയാലും അതിൻ്റെ പ്രത്യേക വില മനുഷ്യന് ജ്ഞാനം സമ്പാദിക്കുവാൻ കഴിയുന്നു എന്നും ആ ജ്ഞാനം കൊണ്ട് ദേഹം ക്ഷണികവും നാശോന്മുഖവുമാണെന്ന് ബോധ്യം വന്ന് വിരക്തിയുണ്ടായി സത്യമിഥ്യാ വിവേചനം ചെയ്ത് ദൈവസങ്കല്പം ഉണ്ടാക്കാൻ സാധ്യമാകുന്നു എന്നുമാണ്. അപ്പോൾ ശരീരം വൃത്തികെട്ടതെന്ന് പറഞ്ഞ് തള്ളിയാൽ പരബ്രഹ്മജ്ഞാനത്തിന് സാധ്യത നഷ്ടപ്പെടുകയും ശരീരം തന്നെ എല്ലാം എന്ന് വെച്ച് അതിനെ താലോലിച്ച് സുഖിച്ചുവായാൽ നരകത്തിൽ പൂക്കും ഫലവത്തായി തീരുന്നു. ശരിയായ മാർഗം ശരീരത്തെ അവഗണിക്കുകയും അരുത്, താലോലിക്കുകയും അരുത് എന്നതാണ്. ഒരു യാത്രക്കാരൻ പ്രാപ്യസ്ഥാനത്തെത്തി മടങ്ങി വരാൻ താൻ യാത്ര ചെയ്യുന്ന കുതിരയെ എങ്ങനെ ശ്രദ്ധിക്കുന്നുവോ അപ്രകാരം ശരീരത്തെയും കരുതി രക്ഷിക്കേണ്ടതാണ്. അത് പൂർണ്ണതയും ആത്മജ്ഞാനവും സമ്പാദിക്കുവാനുള്ള യാത്രയിലേക്കുള്ള കുതിര എന്നതുപോലെ കരുതിയാൽ മതി. ദൈവ സൃഷ്ടികൾ പലതിനും ദൈവത്തിന്റെ പ്രവൃത്തിയെ മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ പ്രത്യേകതരം സൃഷ്ടിയായി മനുഷ്യനെ സൃഷ്ടിച്ചു, വിവേകം കൊടുത്തു. മനുഷ്യൻ കാര്യം മനസ്സിലാക്കി ദൈവപ്രഭാവം അഭിനന്ദിച്ചപ്പോൾ ദൈവം തൃപ്തിപ്പെട്ടു. അപ്പോൾ മനുഷ്യജന്മം സിദ്ധിക്കുന്നത് പ്രധാന കാര്യം തന്നെ. അതിൽ ബ്രാഹ്മണനാവുന്നത് അതിലും ശ്രേഷ്ഠം, അതിലും ഉത്തമമാണ് സായിബാബയുടെ പാതാരവിന്ദങ്ങളിൽ ആത്മാർപ്പണം ചെയ്യാൻ കഴിയുന്നത്. ഇത്ര വൃത്തിയായിട്ടല്ലേ ഹേമത് പാത ഇരിക്കുന്നത്. ഗുരുവിലുള്ള ഭക്തി, സ്നേഹം അതിൽ ശരിക്കും പ്രകടനമാണ്. ഇനി മനുഷ്യജന്മത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വീണ്ടും പറയുകയാണ്. ജീവിതം ക്ഷണികമെന്നും മരണം ഏത് സമയം വരാവുന്നതാണെന്നും മനസ്സിലാക്കി ജന്മം എടുത്ത് ഉദ്ദേശ സാധ്യത്തിന് വേണ്ടി ഒട്ടും താമസിയാതെ പ്രവൃത്തി ഏറ്റെടുക്കുക. അതിനുള്ള വെമ്പൽ വിഭാര്യൻ പുനർവിവാഹത്തിനും പുത്രനഷ്ടനായ രാജാവ് സർവത്ര പുത്രനെ തിരയുന്നതിലും കാണിക്കുന്ന തരം തിടുക്കം കൂട്ടലിനും വെമ്പലിനും സമാനമാവട്ടെ. മടിയും അജ്ഞാനവും ഉപേക്ഷിച്ച് സദാസമയം ആത്മചിന്തയിൽ ലയിക്കുക. അതിന് കഴിയാത്ത ജീവിതം മൃഗതുല്യമാണ്. ഇത് മോഹൻജിയും ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട്. നമ്മളുടെ ജീവിതം 30,000 ദിവസം അല്ലെങ്കിൽ 35,000 ദിവസം മാത്രമേ ഉള്ളൂ. ദിവസമാണേ. അപ്പോൾ അത് അത്രയ്ക്കേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വെച്ച് കണക്ക് നോക്കുമ്പോൾ നമ്മൾ മടി പിടിച്ച് ആലസ്യം കാണിക്കാതെ എത്രയും പെട്ടെന്ന് നമുക്ക് ചെയ്യാനുള്ള കർമ്മങ്ങളൊക്കെ അതും മുമുക്ഷേച്ചുവായി അവനവനിൽ കണക്ട് ചെയ്ത് ശരിക്കും ആ ഒരു ആത്മീയത വളർത്തിയെടുത്ത് കഴിഞ്ഞാൽ ആത്മീയതയും ഭൗതികവും വ്യത്യാസമില്ല.
അതിൽ ഭൗതികത്തിൽ തന്നെ ജീവിച്ചുകൊണ്ട് തന്നെ നമുക്ക് ആത്മീയത സമ്പാദിക്കാം എന്നാണ് എടുത്തു പറയുന്നത്. എവിടെയെങ്കിലും കാട്ടിലേക്ക് പോയാലും എവിടെയെങ്കിലും ഒളിച്ചോടി പോയി കഴിഞ്ഞാലും നമ്മൾ നമ്മളായിട്ട് തന്നെ ഇരിക്കും. ആ മനസ്സ് എപ്പോഴും അതിൽ തന്നെ തിരിഞ്ഞുകൊണ്ടിരിക്കുക. ആ മനസ്സ് നമ്മൾ മനസ്സിനെ അടക്കാനുള്ള മാർഗമാണ് മോൻജി പറഞ്ഞു തന്നിരിക്കുന്നത്. ഇത് തന്നെയാണ് ബാബ പറയുന്നത്. ജീവിതം ക്ഷണികമാണ്, മരണം എപ്പോഴാണെന്ന് ആർക്കും അറിയില്ല. അപ്പോൾ നമ്മൾ ഓരോ നിമിഷവും മൊബൈലൊക്കെ ഇങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കാതെ, മൊബൈലിൽ ഓരോരോ കാര്യങ്ങൾ കണ്ട് എൻ്റർടൈൻമെൻറ്റ് മാത്രം നോക്കിക്കൊണ്ടിരിക്കാതെ നമ്മളുടെ ജീവിതം കുറച്ച് ഗുണപ്രദമായി നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ കുടുംബത്തിന് വേണ്ടി മാത്രമല്ല, ലോകത്തിന് വേണ്ടിയിട്ടും നമ്മളുടെ സമൂഹത്തിന് വേണ്ടിയിട്ടും നമ്മൾ ജീവിക്കണം എന്നാണ് പറയുന്നത്. ഋഷിമാരെല്ലാവരും ഒരേ കാര്യമാണ് ഓരോ സമയത്തും ഓരോരുത്തർ ജനിച്ച് നമുക്ക് വഴിമാർഗം നൽകുകയാണ് അല്ലേ. ഇനി എങ്ങനെ ഇത് ചെയ്യാം, എങ്ങനെ തുടരാം എന്നാണ്. ആത്മജ്ഞാനിയായ ഒരു സദ്ഗുരുവിനെ സമീപിക്കലാണ് ഏറ്റവും അനുയോജ്യവും വേഗതയുള്ളതുമായ വഴി. മതപരമായ പ്രസംഗങ്ങൾ കേട്ടും ഗ്രന്ഥം പഠിച്ചും കിട്ടുന്നതിൽ നിന്നും എത്രയോ 10 മടങ്ങ് ഇത്തരം മഹാത്മാക്കളുടെ സംസർഗത്തിൽ നിന്ന് ലഭിക്കും. മുഴുവൻ നക്ഷത്ര സമൂഹങ്ങളും തരുന്ന വെളിച്ചത്തിന്റെ എത്രയോ അധികം വെളിച്ചം ഒരേ ഒരു സൂര്യനിൽ നിന്ന് കിട്ടുന്ന പോലെയാണ് സദ്ഗുരുവിൽ നിന്ന് കിട്ടുന്ന ജ്ഞാനം. പുസ്തകങ്ങളിൽ നിന്ന് കിട്ടുന്ന ജ്ഞാനവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ചലനങ്ങളും ലളിത സംഭാഷണവും നമുക്ക് പുണ്യമായ ഉപദേശം തരുന്നു. അത്തരം സംസർഗം കൊണ്ട് ക്ഷമ, ശാന്തി, നിസ്സംഗത്വം, ദാനം, ദയ, മനസ്ഥൈര്യം, അഹംഭാവം ഇല്ലാതാക്കൽ മുതലായവ ശിഷ്യൻ ശീലിക്കുന്നു. അങ്ങനെ ആധ്യാത്മിക മാർഗം തെളിഞ്ഞു കാണുന്നു. സമസ്ത ചരാചരങ്ങളും ദൈവത്വം ദർശിക്കുന്നു. ഭാഗ്യങ്ങളിൽ അയാൾക്ക് താല്പര്യമില്ല, നിർഭാഗ്യത്തിൽ പരിഭ്രമവുമില്ല. രാജാവും യാചകനും ഒരുപോലെയാണ് അയാൾക്ക്. ഒറ്റ നോട്ടം കൊണ്ട് യാചകനെ രാജാവാക്കാൻ കഴിഞ്ഞിരുന്ന ഒരു മഹാത്മാവ് ശ്രുതിയിൽ യാചിച്ചിരുന്ന വിധം നമുക്ക് നോക്കാം. ബാബ ഭക്ഷണത്തിന് യാചിച്ചിരുന്നു എന്നുള്ളതാണ്. അതെന്തിനു വേണ്ടിയിട്ട് എനിക്ക് അത് അങ്ങനെ നമുക്ക് നോക്കുമ്പോൾ ശ്രീകൃഷ്ണ ഭഗവാനെ ആണ് മനസ്സിലാവുന്നത്. വെണ്ണയ്ക്ക് വേണ്ടി ഓരോ വീടുകളിലും വെണ്ണ കട്ടുണ്ണി എന്നാണല്ലോ കേട്ടിരുന്നത്. ഈ വെണ്ണ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം എവിടെ നിന്നായാലും കിട്ടും. പക്ഷേ ഇത് വെണ്ണ കട്ട് തിന്നുന്നതിന് ഒരു ഉദ്ദേശവും കൂടെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ ആ ഒരു പാപഭാരവും ആ വീടുകളിലെ പല പ്രശ്നങ്ങളും മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം ചെന്നിരുന്നു എന്നല്ലേ അതിനർത്ഥം. അപ്പോൾ ബാബ ഭക്ഷണത്തിൽ യാചിക്കുന്ന കാരണം, മോളെ എന്തെങ്കിലും തിന്നാൻ തരൂ എന്ന് സായിബാബ വീടിൻ്റെ മുന്നിൽ നിന്ന് ഭിക്ഷ യാചിച്ച് കൊടുക്കുന്ന എന്തും കൈനീട്ടി സ്വീകരിക്കുമായിരുന്നു. ഒരു കയ്യിൽ ഒരു തകരപാത്രവും മറ്റേ കയ്യിൽ ചതുര രൂപത്തിലുള്ള ഒരു തുടിക്കഷ്ണവും ഉണ്ടായിരിക്കും. നിത്യവും ചില വീടുകളുടെ വാതിക്കൽ ചെന്ന് യാചിക്കും. ദ്രാവക രൂപത്തിലും കൊഴുപ്പുള്ളതുമായ എന്തും, അതായത് സൂപ്പ്, പച്ചക്കറി കൂട്ടാൻ, പാല്, തൈര് മുതലായത് എല്ലാം തകരപാത്രത്തിലും, ചോറ്, റൊട്ടി, ചപ്പാത്തി മുതലായ ദ്രവരൂപമല്ലാത്തതെല്ലാം തുണിക്കഷ്ണത്തിലും വാങ്ങും. ജിഹ്വാ ചാബല്യം വിജയിച്ച ബാബയ്ക്ക് സ്വാദൊരു പ്രശ്നമല്ല. പിന്നീട് തകരപാത്രത്തിലെയും തുണിക്കഷ്ണത്തിലെയും സാധനങ്ങൾ കൂട്ടിക്കലർത്തും. അത് ബാബ മതിയാവോളം കഴിക്കും. ഒരു സാധനം സ്വാദുള്ളതോ അല്ലാത്തോ എന്നൊന്നും ബാബ ഗൗനിക്കാറില്ല. ബാബ ഉച്ചവരെ യാചിക്കുമെങ്കിലും അതിന് സമയനിഷ്ഠയൊന്നുമില്ലായിരുന്നു. ചിലപ്പോൾ കുറച്ച് ചുറ്റി നടക്കും, ചിലപ്പോൾ ഉച്ചയ്ക്ക് 12 മണി വരെ യാചിക്കും. ഇങ്ങനെ കിട്ടുന്ന ഭക്ഷണം ഒരു മൺപാത്രത്തിലിടും. നായ്ക്കളും പൂച്ചകളും കാക്കകളും ഒരു ഭാഗത്തു നിന്ന് തിന്നുന്നുണ്ടാവും. ബാബ അവയെ ഒരിക്കലും ആട്ടിപ്പായിക്കില്ല. മസ്ജിദ് അടിച്ചു വാരുന്ന സ്ത്രീ 10-12 റൊട്ടി കഷ്ണങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോകും. ആരും അവളെ തടയില്ല. സ്വപ്നത്തിൽ പോലും നായ, പൂച്ച മുതലായവയോട് പരുത്ത് സംസാരിക്കാത്ത ബാബയ്ക്ക് എങ്ങനെ നിസ്സഹായർക്ക് ഭക്ഷണം നിഷേധിക്കാൻ കഴിയും? ഷിർദിയിലുള്ളവർ ആദ്യം ബാബ ഒരു ഭ്രാന്തനായ ഫക്കീറാണെന്ന് ധരിച്ചു. ഗ്രാമത്തിൽ ഭ്രാന്തൻ ഫക്കീർ എന്ന പേരിൽ ബാബ അറിയപ്പെട്ടു. ഒരു ഭിക്ഷാന്തേഹിയായി ജീവിക്കുന്ന സന്യാസിയെ ആരാണ് ബഹുമാനിക്കുക? പക്ഷെ ഈ ഫക്കീർ വളരെ ദയാലുവും ദാനശീലനുമായിരുന്നു. ആ ചുറ്റുപാടിലും ആ ഗ്രാമത്തിൽ അന്നും ബാബയുടെ മഹത്വം മനസ്സിലാക്കിയവരുണ്ടായിരുന്നു. ഒരു ഉദാഹരണം താഴെ കൊടുക്കുന്നു. ബായാജുബായിയുടെ നിസ്തൂല സേവനമാണ് പറയുന്നത്. താത്യാക്കോട്ടയുടെ അമ്മ ബായാജുബായി ഉച്ചയ്ക്ക് ഒരു കൊട്ടയിൽ ചപ്പാത്തിയും കറിയുമായി കാട്ടിൽ മുഴുവൻ ബാബയെ തിരഞ്ഞു നടന്നിരുന്നു. അവർ കാട്ടിൽ നാഴികകളോളം തിരഞ്ഞു നടന്ന മുള്ളും കല്ലും ചവിട്ടി ഭ്രാന്തൻ ഫക്കീറിനെ കണ്ടുപിടിച്ച് കാൽക്കൽ നമസ്കരിക്കും. ഫക്കീർ ശാന്തനായി ധ്യാനനിരതനായി ഇരിക്കുന്നുണ്ടാവാം. അവരൊരു ഇല വെച്ച് ഭക്ഷണം അതിൽ വിളമ്പും. എന്നിട്ട് ബലമായി ബാബയെ തീറ്റും. അവരുടെ വിശ്വാസവും സേവനവും വിസ്മയാവഹമായിരുന്നു. എല്ലാ ദിവസവും അവർ കാട് മുഴുവൻ ഇങ്ങനെ ബാബയെ തിരഞ്ഞുപിടിച്ച് തീറ്റും.
അവരുടെ ഉപാസനയോ തപസ്സോ സേവനമോ എന്തായാലും അത് ബാബ ഒരിക്കലും മറന്നില്ല. അവരെ ഓർത്ത് അവരുടെ മകന് ബാബ ഗംഭീരമായ നേട്ടങ്ങൾ കൊടുത്തു. അമ്മയ്ക്കും മകനും ഫക്കീർ ദൈവമായിരുന്നു. ബാബ അവരോട് പറയും, സന്യാസം പ്രഭുത്വമാണ്, അത് ശാശ്വതമാണ്. സാധാരണക്കാരൻ മനസ്സിലാക്കുന്ന പ്രഭുത്വം ക്ഷണികമാണ്. കുറെ കാലം കഴിഞ്ഞ് ബാബ കാട്ടിൽ പോക്ക് നിർത്തി. പിന്നെ ഭക്ഷണം കഴിക്കൽ മസ്ജിദിൽ വെച്ചാക്കി. അതോടുകൂടി ഭയജബായിക്ക് കാട്ടിൽ അലിഞ്ഞ് നടക്കേണ്ട ബുദ്ധിമുട്ടും തീർന്നു. അത് ബാബ ആദ്യകാലം വന്ന സമയത്താണ്. ഒരു 16 വയസ്സുള്ള ഒരു ബാലൻ കാട്ടിലിരുന്ന് ധ്യാനിക്കുന്നത് കണ്ടപ്പോൾ ഭയജബായി അവര് വന്നിട്ട് കണ്ടുപിടിച്ചു എന്നാണ്. ഇങ്ങനെ ഒരു കുട്ടി അവിടെ വിശന്നിരിക്കണ്ടല്ലോ, ആ കുട്ടിക്ക് കൊടുക്കണമല്ലോ, ധാരാളം ദൂരമുണ്ട്, എന്നാലും ഈ കല്ലും മുള്ളും ഒക്കെ ചവിട്ടി കൊടുക്കുമായിരുന്നു എന്ന്. അതായിരുന്നു സ്നേഹം. തൻ്റെ മകൻ താത്തിയാക്കോട്ടയെ പോലെ തന്നെ ഈ കുട്ടിയെയും ബാബേനെയും സ്നേഹിച്ചിരുന്നു എന്ന്. ഇനി 3 പേരുടെ ആവാസത്തെക്കുറിച്ചാണ്. ഭഗവാൻ വാസുദേവൻ കുടികൊള്ളുന്ന ഋഷിമാർ പുണ്യാത്മാക്കളും അവരുടെ സംസർഗം ലഭിച്ചവർ ഭാഗ്യവാന്മാരുമാണ്. അങ്ങനെ 2 പേർ, അതായത് താത്യാക്കോട്ടെ പട്ടേലും ഭഗത് മാൽസപതിയും സദാസമയവും സായിബാബയുടെ കൂട്ടാളികളായി അനുഗ്രഹീതരായി. ബാബ 2 പേരും ഒരുപോലെ സ്നേഹിച്ചു. ഇവർ 3 പേരും മസ്ജിദിൽ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും വടക്കോട്ടും തലവെച്ചും കാലടികൾ അന്യോന്യം തൊട്ടുകൊണ്ടും രാത്രി കിടക്കും. വിരിപ്പുകൾ വിരിച്ച് അവരങ്ങനെ അർദ്ധരാത്രി വരെ കളിതമാശകൾ പറഞ്ഞെടുക്കും. ആർക്കെങ്കിലും ഉറക്കം വന്നാൽ മറ്റു 2 പേര് കൂടി ഉണർത്തും. ഉദാഹരണത്തിന് താത്തേക്ക് ഉറക്കം വന്നാൽ ബാബ അയാളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി തല പിടിച്ചമർത്തി ഉണർത്തും. അല്ലെങ്കിൽ മാനസപതി കാലിൽ തട്ടി മേൽ തട്ടി ഉണർത്തും. ആ കാലം എന്തുമാത്രം സന്തുഷ്ടവും അവിസ്മരണീയമായിരുന്നു. ബാബയുടെ ആ പ്രേമവും കാരുണ്യവും ആർക്കാണ് അളക്കാൻ കഴിയുക? അച്ഛൻ മരിച്ചാൽ പിന്നെ താത്യ വീട്ടുകാര്യം ഏറ്റെടുത്ത് വീട്ടിൽ തന്നെ കിടക്കാൻ തുടങ്ങി. പിന്നെ ഈ രഹഡയിലെ ഒരു കുഷൻ ചന്ദനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ബാബയ്ക്ക് ഷിർദിയിലെ ഗണപത് കോട്ടെ പട്ടേലിനെ വളരെ ഇഷ്ടമായിരുന്നു. അതുപോലെ തന്നെ ബാബ രഹഡയിലെ ചന്ദ്രഭാനു ഷേട്ടുവിനെ സ്നേഹിച്ചു. അയാളുടെ മരുമകൻ കുഷൻ ചന്ദനെ അതിൽ കൂടുതൽ സ്നേഹിക്കുകയും അയാളുടെ ക്ഷേമത്തിൽ എപ്പോഴും ശ്രദ്ധിക്കുകയും ചെയ്തു. ചിലപ്പോൾ കാളവണ്ടിയിലോ ചിലപ്പോൾ ഡോങ്കയിലോ മറ്റു ചിലരോടൊപ്പം ബാബ ഇടയ്ക്കിടെ അവിടെ പോകും. അവിടുത്തുകാർ ഗ്രാമാതിർത്തിയിൽ വാദ്യഘോഷത്തോടുകൂടി വന്ന് ബാബയെ എതിരേറ്റ് നമസ്കരിക്കും. ഗ്രാമത്തിൽ എഴുന്നള്ളിപ്പായി കൊണ്ടുപോകും. പിന്നെ കുഷൻചന്ദ് ബാബയെ വീട്ടിലേക്ക് കൊണ്ടുപോകും. ഉപചരിച്ചിരുത്തി സത്യയൂട്ടും. സ്വതന്ത്രമായും സന്തോഷമായും കുറച്ച് സംസാരിക്കും. പിന്നീട് ബാബ എല്ലാവർക്കും ആനന്ദവും അനുഗ്രഹവും നൽകി ഷിർദിയിലേക്ക് മടങ്ങും. ഇത് ബാബ കാണിച്ചിട്ടാണ്. ലളിതമായിട്ട് മതി, അതായത് ആത്മീയത മാത്രം സംസാരിക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ഭൗതികമായ കാര്യങ്ങൾ ചോദിക്കുന്നവർക്ക് ഉത്തരം നൽകുക, അത് മാത്രമല്ല സന്തോഷവും സല്ലാപവും എല്ലാം വേണം. നമ്മളുടെ എൻ്റർടൈൻമെൻറ്റ് ലൈഫിൽ വേണം. വെറുതെ ഈ തമാശകളൊക്കെ പറഞ്ഞിരുന്ന് ഈ ഫിലിമിലൊക്കെ കാണുന്ന തമാശകളൊക്കെ അതൊക്കെ പറഞ്ഞ് രസിച്ച് അങ്ങനെയൊക്കെ ചെയ്യാം. നമുക്കായിട്ടുള്ള തമാശകളുണ്ടെങ്കിൽ 4 പേരെ, അത് മറ്റുള്ളവർ വേദനിപ്പിക്കുന്ന തമാശകളായിരിക്കരുത്. എന്നാൽ ഒരു കുസൃതി ചോദ്യങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് അതും വേണം എന്നുള്ളതാണ്. ഷിർദി തെക്ക് രഹഡയ്ക്കും വടക്ക് നിമോഗാവണിനും മധ്യത്തിലാണ്. ബാബ ഈ 2 സ്ഥലങ്ങൾക്ക് അപ്പുറം പോയിട്ടില്ല. ബാബ തീവണ്ടി കാണുകയോ കയറുകയോ ചെയ്തിട്ടില്ല. എങ്കിലും വണ്ടികളുടെ സമയവിവരം കൃത്യമായി ബാബയ്ക്കറിയാം. ഭക്തന്മാർ ബാബയുടെ നിർദ്ദേശാനുസരണം മടങ്ങിപ്പോകുമ്പോൾ യാതൊരു വിഷമവും അനുഭവിക്കില്ല. അതനുസരിക്കാത്തവർക്ക് കഷ്ടപ്പാടും അപകടവും നേരിടും. ഇവയെ സംബന്ധിച്ച് അടുത്ത അധ്യായത്തിൽ വിവരിക്കാം. ശ്രീ സായിയെ നമിക്കുവാൻ ലോകശാന്തി ഭവിക്കട്ടെ. ഓം ശ്രീ സച്ചിദാനന്ദ സദ്ഗുരു സായിനാഥ് മഹാരാജ് കി ജയ്.